ഇവനെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി താലോലിച്ച് താലത്തിൽ വെച്ച് നടക്കുന്നത്. ഇതിനപ്പുറം തെളിവെന്താ വേണ്ടത്? ഈ വിഷയത്തിൽ സസ്പെൻഡ് ചെയ്യാലോ. എന്താ സസ്പെൻഡ് ചെയ്യാത്തത്? മകനും മരുമകനും നമ്മൾ അദ്ദേഹത്തിന് മാറുന്നുണ്ടോ എന്ന് അദ്ദേഹം പരിശോധിക്കണം. സ്വന്തം മകനാണോ മരുമകന്റെ രീതിയിലുള്ള അങ്കിൾ എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനിതൊക്കെ കേട്ടപ്പോൾ വെറുതെ വിചാരിച്ചിരുന്നു. മനസ്സിലായോ? അങ്കിൾ. പാർട്ടി സഖാക്കൾ പരിശോധിച്ചോട്ടെ. അതാണ് പാർട്ടി. ആ പാർട്ടി അണികൾക്ക് വേണ്ടിയാണ് ഈ പാർട്ടി നേതൃത്വം പ്രവർത്തിക്കേണ്ടത്. ആ സീമകളാണ് ലംഘിക്കാൻ പാടില്ലാത്തത്. എന്നാൽ പാർട്ടി എന്ന് പറഞ്ഞ് ഇവരെ മുഴുവൻ ഭീഷണിപ്പെടുത്തി ഒരഭിപ്രായ സ്വാതന്ത്ര്യവും ഒരു പാർട്ടി നേതാവിനും ഉച്ചരിക്കാൻ കഴിയാത്ത വിധം. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് അദ്ദേഹം മനസ്സുകൊണ്ട് പറഞ്ഞാണോ? നിങ്ങളൊന്ന് പറ. മനസ്സുകൊണ്ടല്ലല്ലോ പറഞ്ഞത്, നിവൃത്തികേട് കൊണ്ട് പറയാം അല്ലേ? ഗോവിന്ദ മാഷ സ്ഥിതി അതാണെങ്കിൽ ബാക്കിയുള്ള സഖാക്കളുടെ സ്ഥിതി എന്താ? ഇവിടുത്തെ ഈ രാഷ്ട്രീയ സംസ്കാരം ഉണ്ടല്ലോ, ഈ കൂടി നിൽക്കുന്ന ഈ സംസ്കാരം, ഇനി അതിനെതിരെ ആരെങ്കിലും പറഞ്ഞാലോ, ഒരു സാമുദായിക നേതാവ് അവരെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഏത് ജെഫ്രി തങ്ങളായാലും ഏത് AP ഉസ്താദ് ആയാലും ഏത് ബിഷപ്പായാലും ഒരു കാര്യമില്ല, ചവിട്ടി അങ്ങ് തേപ്പിക്കും. അതിനൊരു ടീം ഇവരൊക്കെ കൂടെ ഉണ്ട്. അതുകൊണ്ട് മൂല്യന്മാരും മിണ്ടൂല, പള്ളിലച്ചന്മാരും മിണ്ടൂല, ഈ പറഞ്ഞ സ്വാമിമാരും മിണ്ടൂല. മിണ്ടാൻ പറ്റൂല. പട്ടിയ പരിപാടി തീർക്കും. ആരാ തീർക്കുന്നത്? ഇവരെല്ലാം കൂടെ ഈ നെക്സസ് ഒന്നാണ് ആ കാര്യത്തില്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു തട്ടിപ്പ് എന്താ പറയാ രീതി, ഞാൻ ബന്ധപ്പെട്ട ഒരു സഖാവ് ഒരൊറ്റൊരുത്തൻ ഇദ്ദേഹത്തെ കുറിച്ച് ഒരു വാക്ക് നല്ലത് പറഞ്ഞ ഇതിന്റെ ചെവി അരിച്ചൊടിക്കാൻ ചെയ്യുന്നത്, ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ CM കെട്ടിപ്പിടിച്ച് നടക്കുന്നത്? CM എന്തിനാണ് ഇവരെ കെട്ടിപ്പിടിച്ച് നടക്കുന്നത്? അവിടെയാണ് പ്രശ്നം. അപ്പൊ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളോട്, എൻ്റെ പാർട്ടിക്കാരോട്, എൻ്റെ പ്രവർത്തകരോട്, CM-നോടുള്ള എല്ലാ ബഹുമാനവും ആദരവും നിർത്തിക്കൊണ്ട് തന്നെ പറയാണ്, ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും ഇദ്ദേഹം. യാതൊരു തർക്കമില്ല. അദ്ദേഹത്തെ നയിക്കുന്നത് ഇപ്പൊ എന്താണ്? പല ഉപജാപക സംഘങ്ങളാണ്. നേർക്ക് നേരെ കാര്യങ്ങൾ സത്യസന്ധമായി മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാനും അതിന് ആളുകളില്ലാതെ പാർട്ടിയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് 2-3 ദിവസം മുമ്പ് സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളാണല്ലോ നിങ്ങൾ. ആ നേതാവിനോട് പറഞ്ഞെന്താ നിങ്ങൾ? നമ്മളോടൊന്നും ഇപ്പൊ സംസാരിക്കലില്ല, നമ്മളൊക്കെ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോയി. ഞാൻ ഞെട്ടിപ്പോയി. ഈ ഫീൽഡിൽ ഒരു പൊളിറ്റീഷ്യനാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏറ്റവും ഉയർന്നതായിട്ട് അദ്ദേഹത്തെ അടുത്ത ബന്ധമുള്ള ആള്. അപ്പൊ അദ്ദേഹത്തിന് എന്താ കേൾക്കുന്നത്? എന്താ അദ്ദേഹം അറിയുന്നത്? ഈ പറയുന്ന ഈ അജിത് കുമാറും വാറോല സംഘവും ഈ പി ശശിയും മാത്രം മതി. മനസ്സിലായോ? അങ്ങോട്ടേക്കാണ് ഈ പാർട്ടിയെ കൊണ്ടുവന്നത്. സഖാക്കൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ പാർട്ടി ഇവിടെ നിൽക്കണം. ഒരു നിയാസ് മാത്രം നിലനിന്നോട്ട് കാര്യമില്ല. ഒരു നിയാസിനെ ഉണ്ടാക്കാനല്ല ഈ പാർട്ടി ഇവിടെ പ്രവർത്തിക്കുന്നത്. ആ നിയാസിനെ മാത്രം അതിന്റെ ബാക്കി ജോലിയും താങ്ങി നിർത്താനല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ, അതിനു വേണ്ടിയിട്ട് ആരെങ്കിലും അതിന്റെ ഒപ്പം നിന്നിട്ട് PV അൻവറിന്റെ നെഞ്ചത്ത് കയറാൻ വരുന്നുണ്ടെങ്കിൽ, റിയാസ് തല പോയിക്കണം, അതുകൊണ്ടാ ഇതൊക്കെ ബ്ലോക്കാണ്. അപ്പൊ ഒരു റിയാസ് മതിയോ? സഖാക്കൾ ആലോചിക്കട്ടെ, മതിയോ? അപ്പൊ ഞാൻ മുഖ്യമന്ത്രിയുടെ പേരിൽ സ്വർണ്ണ ആരോപണം, കള്ളക്കടത്ത് ആരോപിച്ചിട്ടില്ല. ഇനി വേണ്ടാത്ത എഴുതാൻ നിൽക്കണ്ട. അല്ലല്ല, ഒരു മിനിറ്റ്, ഞാൻ പറയട്ടെ. മുഖ്യമന്ത്രിക്ക് അറിവുണ്ടാകണല്ലോ ശശി ചെയ്യാനുണ്ടെങ്കിൽ. ആൾക്ക് ഇന്റലിജൻസ് ഇല്ലേ, വിജിലൻസ് ഇല്ലേ? എന്താ ഞാൻ ചോദിക്കുന്നത്? 3 ചില്ലാനം കൊല്ലം ഒരു എയർപോർട്ട് വഴി കണ്ടിന്യൂസ് ആയിട്ട് ഇടതടവില്ലാതെ ഈ രീതിയിൽ സ്വർണം വരുന്നു, പോലീസ് പിടിക്കുന്നു. കണ്ടല്ലോ പിടിക്കുന്ന രീതി. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള യാതൊരു അർഹതയില്ല, ഒരർഹതയില്ല. അദ്ദേഹം ആ കാര്യത്തിൽ അമ്പേ പരാജയമാണ്. അപ്പൊ പണ്ട് ശിവശങ്കർ, നിങ്ങൾ മനസ്സിലാക്കണം, ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തിലെ ഫ്ലാറ്റിലാണ് ഈ ശിവശങ്കറും സ്വപ്നയും താമസിക്കുന്നത് അല്ലേ? എന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയാതെ പോയത്? എന്താ അറിയാതെ പോയത്? ഈ ഇന്റലിജൻസും ഈ വിജിലൻസും ഈ സംവിധാനമൊക്കെ അന്ന് കേരളത്തിലില്ലേ?